തൃശൂർ പൂരം അലങ്കോലമാക്കിയത് പോലീസാണെന്ന് തിരുവമ്പാടി ദേവസ്വം ഹൈക്കോടതിയിൽ അറിയിച്ചു. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഉൾപ്പെടെ ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് തിരുവമ്പാടി ദേവസ്വത്തിനായി സെക്രട്ടറി ഗിരീഷ് കുമാർ എതിർ സത്യവാങ്മൂലം നൽകിയത്. പോലീസ് ഇടപെടലിന് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പോലീസിന്റെ ഇടപെടൽ മൂലം മഠത്തിൽ വരവ് പേരിന് വേണ്ടി മാത്രമായി ചുരുക്കി. നിഷ്കളങ്കരായ പൂരപ്രേമികളെ തടയുന്നതിനായി പോലീസ് ബലപ്രയോഗം നടത്തി. പൂരം നടത്തിപ്പിൽ മതിയായ കാരണങ്ങളില്ലാതെയാണ് പോലീസ് ഇടപെട്ടതെന്നും പോലീസ് ഏകപക്ഷീയമായും അപക്വമായുമാണ് പെരുമാറിയതെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പോലീസ് ബൂട്ടിട്ടാണ് ക്ഷേത്ര പരിസരത്ത് കയറിയതെന്നും സത്യവാങ്മൂലത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. തൃശൂർ പൂരം കലക്കാൻ തിരുവമ്പാടി ദേവസ്വം BJPയുമായി ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. പൂരത്തിലെ പോലീസ് നിയന്ത്രണങ്ങളുടെ പേരിൽ തിരുവമ്പാടി വിഭാഗം ബഹിഷ്കരണ നീക്കം നടത്തിയെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരുന്നു. ഗതാഗത നിയന്ത്രണമുള്ളയിടത്തേക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ചില രാഷ്ട്രീയ കക്ഷികളുടെ ശ്രമങ്ങളെ സഹായിക്കുന്ന പ്രവൃത്തി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായതായി സത്യവാങ്മൂലത്തിൽ ദേവസ്വം ബോർഡ് പറയുന്നു. BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ, സംഘപരിവാർ പ്രവർത്തകൻ വത്സൻ തില്ലങ്കേരി എന്നിവരുടെ സാന്നിധ്യം സംശയം ബലപ്പെടുത്തുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പൂരം അലങ്കോലമായെന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ വഴിയൊരുക്കി. താൻ ഇടപെട്ട് പ്രതിസന്ധി പരിഹരിച്ചെന്ന വസ്തുതാപരമല്ലാത്ത വാർത്തകൾ സുരേഷ് ഗോപി പ്രചരിപ്പിച്ചു. രാത്രി മഠത്തിൽ വരവ് സമയത്ത് 9 ആനകൾക്ക് പകരം ഒരാനയായി തിരുവമ്പാടി ദേവസ്വം ചുരുക്കി തുടങ്ങിയ വിവരങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നു.